ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി യൂസാക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ എണ്ണ മുഖത്ത് പുരട്ടുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീലാവും. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണിത്. നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ല് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. അത് ഞാൻ 4 എടുത്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ ഡയറക്റ്റ് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ഇറിറ്റേഷൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒലിച്ചിറങ്ങണ പോലെ കണ്ണിലേക്ക് വരുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് വെളിച്ചെണ്ണ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്രീം രൂപത്തിലാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ എടുത്തിട്ടുണ്ട്. 4 ഞാൻ എടുത്തത്. അത് നന്നായിട്ട് അലോവേറ ജെല്ലിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ക്യാരറ്റ് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് മക്കൾക്ക് തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ക്യാരറ്റും ബീട്രൂട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി അധികമൊന്നുമില്ല, കുറച്ച് അത് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ഇട്ടെന്നുള്ളൂ. അങ്ങനെ കാച്ചിയെടുത്തതാണ്. ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കാച്ചിയെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്. അപ്പോൾ മക്കളിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴേ അവരത് യൂസാക്കുന്നില്ല. അപ്പോൾ ഇത് ക്രീമായിട്ട് ഞാൻ ചെയ്ത് വെച്ചപ്പോൾ മോള് ഡെയിലി ഇപ്പോൾ ഇത് തേക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇത് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൂന്നും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് കിട്ടും. കുറച്ച് നേരം ഇത് മിക്സ് ആക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ബൗളിലാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളിൽ നമുക്കിത് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 7 ദിവസം വരെയൊക്കെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്രീം. ഇത് ഡെയിലി നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസാക്കാം. പെട്ടെന്ന് അബ്സോർബായി പോവും. എണ്ണയാണെന്ന് കരുതിയിട്ട് അതങ്ങനെ എണ്ണപ്പരുവായിട്ട് നിൽക്കുകയൊന്നുമില്ല. പെട്ടെന്ന് നമുക്കത് അബ്സോർബായി പോവും. ഞാനതൊന്ന് എൻ്റെ കയ്യിൽ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുളിക്കുന്നേക്കാളും മുന്നേ നമുക്ക് തേക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. പെട്ടെന്ന് അബ്സോർബായി പോവും. സാധാരണ നമ്മൾ എണ്ണയൊക്കെ മുഖത്ത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിലേക്ക് വരും, ഒരു ഇറിറ്റേഷൻ എടുക്കും, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇങ്ങനെ ക്രീമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. ഇത് ഡെയിലി യൂസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം കിട്ടുകയും ചെയ്യും. പിന്നെ ഇതെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതാണ്. നമുക്ക് സ്വിച്ച് ഇട്ട പോലെ ആരും വെളുക്കത്തില്ല. ഡെയിലി യൂസാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഇത് ക്രീം തേച്ച കൈയും ക്രീം തേക്കാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ്. നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും. ഡെയിലി യൂസാക്കണം കേട്ടോ. ഡെയിലി യൂസാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം വ്യത്യാസം കിട്ടുന്നുണ്ട് ക്രീം തേച്ച കൈയും തേക്കാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഡെയിലി എല്ലാവരും ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.